ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 14 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള 9ാം ക്ലാസ്സുകാരിയായ ആശർ നന്ദ എന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യാൻ ഇടയുണ്ടായിരുന്നു. ഈ ഒരു കുട്ടിയുടെ മരണശേഷം ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിനെതിരെ, ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർമാർക്കെതിരെ, മുമ്പ് ഈ സ്കൂളിൽ പഠിച്ച കുട്ടികളും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളും കുറെ ആരോപണങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുന്നും ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഇതേപോലെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർമാർക്കും മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ചെറിയ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാം. കുറെ അവിടെ പഠിച്ച 2-3 കുട്ടികൾ പറഞ്ഞതും അതുപോലെ തന്നെ അവിടെ പഠിപ്പിച്ച ഒരു ടീച്ചർ, ഒരു മ്യൂസിക് ടീച്ചറാണ്, അവർ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ഞാൻ വെക്കാം. അതുകൂടി കണ്ടിട്ട് വരിക. വന്ദന, ഞാൻ ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് മരിച്ച നമ്മുടെ ആശ്ര നന്ദ എന്ന് പറഞ്ഞ കുട്ടിയുടെ സ്കൂളിൽ എൻ്റെ കുട്ടിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്കൂളിലെ ടീച്ചറായിരുന്നു. എൻ്റെ മോനും അവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഈ വർഷമാണ് 9ാം ക്ലാസ്സിൽ തന്നെയാണ്. അപ്പോൾ 8th അവർ 9th പാസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോൻ 9th ഡിയിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു എക്സാം അവർ നടത്തി. ആ എക്സാം ജയിച്ചപ്പോൾ എൻ്റെ മോന് കുറച്ച് മാർക്സ് കുറവാണെന്ന് പറഞ്ഞ്, അതായത് പ്രാക്ടിക്കൽസും കൂട്ടിയിട്ട് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ പാസ്സാണ്, അതല്ലെങ്കിൽ അവൻ മാത്സിൽ തോറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് അവർ നോട്ടീസ് ബോർഡിൽ എൻ്റെ കുട്ടിയുടെ പേരോടൊപ്പം തന്നെ കുറച്ച് കുട്ടികളുടെ പേരും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടീനെ 9th ഡിയിൽ ഇരുത്താൻ പറ്റില്ല, 9th ഇയിൽ ഇരുത്തണമെന്നും പറഞ്ഞുകൊണ്ട് 9th ഇയിലേക്ക് കുട്ടിയെ ഷിഫ്റ്റ് ചെയ്തു. അത് എൻ്റെ കുട്ടിയിൽ ഉണ്ടാക്കിയ ഒരു മാനസിക ഇമ്പാക്ട് ആസ് എ മദർ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ കുട്ടിയുടെ ഇന്ന് കരഞ്ഞിലും ഭയങ്കരമായിട്ട് ഡിപ്രഷൻ പോലെ മൂടിയായി. എൻ്റെ കുട്ടി ഓൾറെഡി എൻ്റെ മോൻ ഇൻട്രോവേർട്ട് ആണ്. കഴിഞ്ഞിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അവിടെ ടീച്ചേഴ്സ് എല്ലാവരും പറയുന്നത്, ടീച്ചേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. ഇത് ഇനിയെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെയധികം അത് മോശമായി പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് മെന്റൽ പ്രഷർ അല്ലെങ്കിൽ മെന്റൽ ടെൻഷൻ അവിടെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഡിപ്രഷനിലൂടെ കടന്നു പോയ ദിവസങ്ങളുണ്ട്. ഉറങ്ങാൻ പറ്റാതെയും പിച്ചും പേയും പറഞ്ഞും വല്ലാത്തൊരു സ്റ്റേജിൽ ഞാൻ കഴിഞ്ഞൊരു ആളാണ്, ഒരു വ്യക്തിയാണ് ഞാനും. അതായത് ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് ഏതാനും ദിവസങ്ങൾ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എൻ്റെ തൊട്ടടുത്തുള്ള ക്ലാസ്സിലത്തെ ഒരു ടീച്ചറിൽ നിന്ന് വളരെയധികം മോശമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് തൊട്ടേനും പിടിച്ചെല്ലാം കുറ്റം പറയുക, എൻ്റെ ക്ലാസ്സിൽ കയറി വന്ന എൻ്റെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്നോട് അവർ വളരെ റൂഡായിട്ട് ഷൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം എൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിലൊരു ടീച്ചർ വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട്. അതൊരു സീനിയർ ടീച്ചറാണ്. അപ്പോൾ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ഇവർ നിരന്തരം എന്നെ വീണ്ടും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്ലാസ്സിൽ വന്ന് എൻ്റെ കുട്ടികൾ ചെയ്യുന്ന കലാപരിപാടികൾ വീഡിയോ എടുക്കലും, അങ്ങനെ സിസ്റ്റർ അവിടെ വേറൊരു സിസ്റ്റർ ഉണ്ട്, അവരെ വിളിച്ച് വരുത്തലും, എൻ്റെ ക്ലാസ്സിൽ അവർ പെട്ടെന്ന് കയറി വരും. അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ ഇവർ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ പഠിച്ചിട്ട് വേറെ സ്കൂളിൽ പോയാൽ നമുക്ക് മനസ്സിലാവും ഡിഫറൻസ്. നമ്മൾ അത്രയും കാലം കഴിഞ്ഞ് ജയിലാണ് മനസ്സിലാവും. എനിക്ക് 2-3 ടീച്ചർമാർക്ക് പ്രത്യേകിച്ച് നല്ലൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. മോശം അനുഭവം നമുക്ക് പേടിയാണ്. അതായത് നമുക്ക് സ്കൂളിൽ പറയുമ്പോൾ സന്തോഷമായിരിക്കും, നമുക്ക് അവിടെ പോകാൻ തോന്നും. പ്രത്യേകിച്ച് ക്ലാസ് വെച്ചിട്ട് നമ്മുടെ ക്ലാസ് നമുക്ക് പേടിച്ച് ഇരിക്കുക. അയ്യോ എങ്ങനെ തിരിഞ്ഞ അടി കിട്ടും, അല്ലെങ്കിൽ തിരിഞ്ഞ അപ്പം പൊക്കും, തിരിഞ്ഞ പണി കിട്ടും, എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ദിവസമാണെങ്കിൽ പോലും. ഒരു കെമിസ്ട്രി ടീച്ചർ അവിടെ എല്ലാവരും പറഞ്ഞ പേര് തന്നെയാണ്. രക്ഷപ്പെട്ട പുള്ളിക്കാരി ഇപ്പോൾ രാജിവെച്ചു. വളരെ നല്ല കാര്യം. ഇത് അങ്ങനെ എങ്ങനെയാണ് പഠിപ്പിച്ചത് ഇത്രയും കാലം ഞാൻ ആലോചിക്കുന്നത്. 2010 പഠിച്ചവർക്കും ആ ടീച്ചറുടെ സെയിം എക്സ്പീരിയൻസ്, 18-20 പഠിച്ചവർക്കും സെയിം എക്സ്പീരിയൻസ്, ഇപ്പോഴും സെയിം എക്സ്പീരിയൻസ്. എന്നിട്ട് ഒരു ആക്ഷൻ പോലും എടുക്കില്ലല്ലോ. ആ ടീച്ചർ എന്ന് വെച്ചാൽ ഭയങ്കര ടീച്ചർക്ക് ചിരി പറഞ്ഞ സാധനമില്ല മുഖത്ത്, നമുക്ക് കാണുമ്പോൾ പേടിയാണ്. അതായത് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ദിവസമൊക്കെ ആണെങ്കിൽ എങ്ങാനും നമുക്ക് അറിഞ്ഞപ്പോൾ പറയാൻ പറ്റില്ല, പേടിച്ചിട്ട്. അതായത് എങ്ങനെ തെറ്റ് കഴിഞ്ഞു. പിന്നെ ടീച്ചറുടെ സ്ഥിരം പരിപാടി നമ്മൾ കയ്യിൽ ചുറ്റിപ്പിച്ച് തലക്കടിക്കുക. അത് ശരിക്കും ട്രോമയാണ്. അത് നമുക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് സാധനം വരും. എത്ര പേര് അത് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ പിക്ചർ നോക്കൗട്ട് വെച്ചാൽ ലിറ്ററൽ അതുപോലെ തന്നെ നമ്മൾ നിമിഷം നോക്കൗട്ടായി പോകും. അങ്ങനെ ഫിസിക്കൽ അബ്യൂസ് കുറേ ഉണ്ട്. പിന്നെ അടി പുറത്താക്കലൊക്കെ വേറെ. പിന്നെ രണ്ടാമത്തെ ഇൻസൾട്ടിങ്. എൻ്റെ ഒരു ഇംഗ്ലീഷ് ടീച്ചറുടെ എനിക്ക് 9ാം ക്ലാസ്സിലേക്ക് നല്ലൊരു അനുഭവം. ഞാൻ നോട്ടിലെന്തോ എഴുതില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുന്നിൽ ഇൻസൾട്ട് ചെയ്തു. അത് ലിറ്ററലി കരഞ്ഞു. നമുക്ക് ഫിസിക്കലി പിന്നെ മനസ്സിലുണ്ടാവും. പക്ഷേ മെന്റലി നമുക്ക് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ നമുക്ക് എന്തായാലും മനസ്സിലുണ്ടാവും. അത് ഇപ്പോഴും പോയില്ല. അത് എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ഇൻസൾട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന മൈൻഡിലോട് ഞാൻ പിന്നെ അടിപൊളിയായിട്ട് ഞാൻ പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങി. എനിക്ക് അതിലുണ്ട്. പക്ഷേ എല്ലാവരും ആവുന്നില്ലല്ലോ. അപ്പോൾ അന്നൊക്കെ ഭയങ്കര സീനായിരുന്നു. പിന്നെ എനിക്ക് പറഞ്ഞത് 3 കുട്ടികൾ കോപ്പി അടിച്ച് പറഞ്ഞ അസംബ്ലിയിൽ എല്ലാവരും വിളിച്ച് നാട്ടിക്കൽ. ഇൻസൾട്ടിങ് അവിടെ സ്ഥിരം പരിപാടി. അത് മറ്റു കുട്ടികൾ നമ്മളെ കമ്പയർ ചെയ്തിട്ട് നമ്മളെ താഴത്ത് അവർ പൊക്കുക, എന്നിട്ട് എല്ലാവരും വിളിച്ച് ഇൻസൾട്ട് ചെയ്യുക. അതാണ് അവിടുത്തെ സ്ഥിരം പരിപാടി. പിന്നെ ഡിസ്ക്രിമിനേഷൻ, അത് ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല കൂടി ഇപ്പം മാർക്ക് വെച്ച് വേർതിരിച്ചിരുത്തി ആ കുട്ടികൾക്ക് എന്താ ഫീൽ ആവില്ലേ. ഇപ്പോൾ അവർ പറയാൻ കാരണം അത് കുട്ടികൾക്ക് എക്സ്ട്രാ അറ്റൻഷൻ കൊടുക്കാനാണ്. ഇങ്ങനെ വേർതിരിച്ചിട്ട് എൻ്റെ അടുത്ത് കൊളാക്കിയിട്ട് അറ്റൻഷൻ കൊടുക്കരുത്. അവർക്ക് ശരിയായിട്ട് ഡീൽ അറിയില്ല, പണ്ടും അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഈവൻ ആഫ്റ്റർ 10 years of passing out from that school, എനിക്ക് അവർ തന്ന ട്രോമ, ആ ഇമോഷൻസ് പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കിപ്പോഴും വന്നിട്ടില്ല. ആ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എന്റെ ഹാർട്ട് ബീറ്റ് റേസ് ആവും. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. 10 വർഷം മുൻപ് ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനാണ് നിന്നിരുന്നത്. എന്റെ വീട്ടിലുള്ളവർക്ക് എന്തോ ഒരു അവരുടെ പ്രാർത്ഥന കൊണ്ടോ ഭാഗ്യം കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു ബോധം ഉണ്ടായിരുന്നത് കൊണ്ടോ എന്നെ ഒരു തെറപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുകയും തെറപ്പി എടുക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് എനിക്ക് നോർമലാവാൻ പറ്റിയിട്ടുള്ളത്. എന്റെ ആൻസൈറ്റിയുടെ റൂട്ട് കോസ് അന്വേഷിച്ച് പോകുമ്പോൾ അത് എത്തുന്നത് ഈ പറഞ്ഞ സ്കൂളിലായിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. അത്രത്തോളം ആ സ്കൂളിൽ നമ്മളെ അവർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ മാത്രം സ്റ്റോറി അല്ല, ഇത് അവിടുത്തെ ഓരോ കുട്ടികളുടെയും കാര്യം. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടിട്ടുള്ളത് എന്റെ മാത്സ് ടീച്ചറായിരുന്നു. അവര് എന്നോട് എന്തൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളതുപോലെ പെരുമാറിയിരുന്നത്. പിന്നീട് അവർ പലരോടും എന്നോട് കൂട്ടുകൂടരുത് എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്നോട് ഗ്രഡ്ജിന്റെ റീസൺ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്ന സമയമാണ്. അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നതാണ് വിഷയം. അതിന് അവർ എന്നെ പിന്നീട് പല സിറ്റുവേഷൻസിലേക്കും പുള്ളി ചെയ്യും. അവിടെ തന്നെ ഒരുപാട് മെന്റലി ഹരാസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് അവിടെ പഠിച്ച് ഇറങ്ങിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഭയങ്കര റയറായിട്ട് അവിടെ നല്ല ടീച്ചേഴ്സ് ഇവരെന്തോ ഇതിനായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത് പോലെ അവർ ബിഹേവ് ചെയ്തിരുന്നത്. ഓരോരുത്തർക്കും ഇപ്പൊ എന്റെ ഇങ്ങനെ ഒരു കാരണമാണെന്നുണ്ടെങ്കിൽ വേറെ ആൾക്ക് അവിടെ വേറൊരു കാരണമുണ്ട്. വേറൊരു കാരണം കൊണ്ട് അവർ ഇൻഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്ന സമയത്ത്, കാരണം എന്നെ അവർ ഹരാസ് ചെയ്ത സമയത്ത് ഞാൻ അതൊരു കേസായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കേട്ടറിഞ്ഞിട്ടെങ്കിലും കുറച്ച് കുട്ടികളെങ്കിലും അവിടെ രക്ഷപ്പെടായിരുന്നു. അതുണ്ടായില്ല എന്നത് പേടികൊണ്ട് മാത്രം. എന്റെ പാരന്റ്സിന് നല്ല പേടിയായിരുന്നു. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അത്രയും ഹോൾഡുള്ള ആളുകളാണ്. പിന്നെ എന്റെ ഫ്യൂച്ചറാണ്. ഞാൻ 10ാം ക്ലാസ്സിലാണ്. വേറൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ഫാക്ടേഴ്സ് ഒക്കെ എന്നെ പിടിച്ചു വെക്കാൻ ചെയ്തിരുന്നു. ഇന്നിപ്പോ മമ്മി പറയും ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കേസായിട്ട് മുന്നോട്ട് പോകാൻ ധൈര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ റിപ്പീറ്റ് ആകുന്ന പറയുന്നത് നമ്മൾ പാറ്റേൺസ് മാറാത്തണ്ട. അന്ന് ഞാൻ സ്റ്റുഡന്റ് ആണെങ്കിൽ ഇന്നെ കൂടുതലുള്ള ആളുകളുടെ മക്കൾ സ്റ്റുഡൻസ് ആയി മാറി. എനിക്ക് പറയാനുള്ളത് അവരോട് മക്കളെ സ്കൂൾ ചൂസ് ചെയ്യുമ്പോൾ വളരെ വൈസായിട്ടുള്ള ഡിസിഷൻ എടുക്കുക.
സ്കൂളിലെ ടീച്ചേഴ്സ് കുട്ടികളെ കാണുന്നു, ശത്രുക്കളെ കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഡിസിപ്ലിന്റെ പേരിൽ കുട്ടികൾ എന്തൊക്കെ സഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്. കേട്ടല്ലോ, അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, ഏകദേശം 10 വർഷം മുന്നേ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥയാണ് ഇവിടെ ആ പെൺകുട്ടി പറയുന്നത്. ഇവരുടെ മാനസിക പീഡനം കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചതും അതുപോലെ ട്രോമയിലോട്ട് തന്നെ പോയി. ചിലപ്പോൾ ഈ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതുപോലെ അന്ന് ഈ ഒരു പെൺകുട്ടി ഇപ്പൊ ഈ കാണിച്ച ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാത്തത് ചിലപ്പോൾ അവരുടെ പാരന്റ്സിന്റെ പ്രാർത്ഥന കൊണ്ടാവും എന്നൊക്കെയാണ് ആ ഒരു കുട്ടി പറഞ്ഞു വരുന്നത്. അപ്പൊ എന്തുമാത്രം പീഡനങ്ങളായിരിക്കും 10 വർഷം മുന്നേ നടന്നിട്ടുണ്ടാവുക. ഈ ഒരു സ്റ്റെല്ല മേഡത്തിന്റെ പേര് ഈ കുട്ടികൾ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ സ്റ്റെല്ല എന്നൊരു മേഡം കുറെ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു മേഡമാണ്. അവര് നിരന്തരമായിട്ട്, ഇവരൊക്കെ ടീച്ചർ എന്ന് തന്നെ പറയാവോ എന്ന് എനിക്ക് അറിയത്തില്ല. അവരെ നമ്മൾ എന്താ പറയാ, ഈ സ്റ്റെല്ല എന്ന് പറഞ്ഞ സ്ത്രീ എന്ന് തന്നെ പറയാം. അവരൊക്കെ എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ കുട്ടികളെ ഇങ്ങനെ ഇത്രയും വേദനിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതി ഇവരെയാണ് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇത്രയും വലിയ മുതിർന്നിട്ടും ആ ഒരു പെൺകുട്ടി എത്രയോ ഭയത്തോടെയാണ് ആ ഒരു അനുഭവം പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചെറുപ്പക്കാരനും കൂടി പറയുവാണ്, അവിടെ പഠിച്ച് ഇറങ്ങി കുറെ വർഷങ്ങളായി, എന്നിരുന്നാൽ പോലും അവിടെ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ആ ഒരു ചെറുപ്പക്കാരനും പറയാണ്. ആ കുട്ടി ആ ഒരു കുട്ടിയായിരുന്ന സമയത്ത് കരയ വരെ ഉണ്ടായി. കാരണം അത്രയും മോശപ്പെട്ട, അത്രയും നാണം കെടുത്തുന്ന അവസ്ഥയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ടീച്ചറും ഈ കാണിച്ചിരിക്കുന്ന ആ ഒരു ടീച്ചർ, ആ ടീച്ചറോടെ സംഗീത ടീച്ചറായിട്ടാണ് പോയിരുന്നത്. അതുമാത്രമല്ല അവർ ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു ടീച്ചറാണെന്ന് ഓർക്കണം. അവർക്ക് ഇവിടുത്തെ ട്രോമ സഹിക്കാൻ പറ്റാണ്ട് അവർ ആ ജോലി വേണ്ട എന്ന് വെച്ച ഒരു സാഹചര്യത്തിൽ വേണ്ട, നിങ്ങളായിട്ട് വേണ്ടെന്ന് വെക്കണ്ട എന്ന് പറഞ്ഞ് മാനേജ്മെന്റ് അന്നേരം അത് സ്വീകരിച്ചില്ല. ആ ഒരു രാജിക്കത്ത് സ്വീകരിക്കാണ്ട് അവരെ പിറ്റേ ദിവസം തന്നെ ടെർമിനേറ്റ് ചെയ്ത് വിടേണ്ട ഒരു സാഹചര്യം, അതായത് ഒരു ഈഗോ പരമായിട്ടുള്ള ഒരു രീതിയാണ് ആ ഒരു മാനേജ്മെന്റിൻ്റെത് വ്യക്തമാണ് അതിനകത്ത്. ഇവർക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാത്ത അല്ലെങ്കിൽ പഠനത്തിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ വേണ്ട. ഇവർക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ മാത്രമാണ് ഇവർ ശരിക്കും ശ്രദ്ധിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നത്. അതിനുവേണ്ടി തന്നെ ഇവർ തരംതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ് വേറെ ഒരെണ്ണം, പഠിക്കാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇച്ചിരി മാർക്ക് കുറവുള്ള കുട്ടികളെ വേറൊരു ക്ലാസ്, അങ്ങനെയുള്ള രീതിയിൽ ഇവർ തരംതിരിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ കുട്ടികൾക്ക് പാതി മനസ്സമാധാനം പോകും. കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സിനും ഇതിനകത്ത് പാതി മനസ്സമാധാനം ജീവന് പോകുന്നൊരു അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഇവർ ഡൊണേഷൻ മേടിക്കാൻ അല്ലെങ്കിൽ ഇവരൊരു സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കാൻ അല്ലെങ്കിൽ പുറത്തോട്ട് 100% വിജയം എന്നുള്ള നിലയ്ക്കൊക്കെ ഉയർന്ന ഇവരൊരു പേര്, ആ സ്കൂളിന്റെ ഒരു പേര് എത്തിക്കണം. അല്ലെങ്കിൽ അങ്ങനെ കേട്ട് കൂടുതൽ ആൾക്കാർ ഇതിനകത്തോട്ട് വന്ന് ചേരണം, കുട്ടികൾ കൂടുതൽ ഇവിടെ എത്തണം. അതുപോലെ അതിനകത്തൂടെ കുറേ കൂടി സമ്പാദിക്കണം, ഡൊണേഷനായിട്ടോ അല്ലെങ്കിൽ ഫീസായിട്ടോ ഒക്കെ ആയിട്ട് കൂടുതൽ സമ്പാദിക്കണം എന്നുള്ളൊരു ആശയത്തിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനം എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ക്യാഷിന് വേണ്ടി മാത്രം. അതിന് വേണ്ടിയിട്ട് ഇവരൊരു ക്രിസ്ത്യാനിറ്റിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മദേഴ്സിലൊക്കെ സ്കൂളാകുമ്പോൾ കുട്ടികളെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് വിടും. കാരണം നല്ല കുട്ടികൾ ചിട്ടയായിട്ട് വളരും എന്നൊക്കെയാണ് പല മാതാപിതാക്കളുടെയും വിചാരം. കോൺവെന്റ് സ്കൂളാണ്, അപ്പൊ ഒരു അച്ചടക്കവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാവും എന്നാണ് പല മാതാപിതാക്കളുടെ വിചാരം. ഇപ്പൊ ഞാനടക്കം എന്റെ കുട്ടികളാണെങ്കിൽ പോലും അങ്ങനെ നല്ല അച്ചടക്കം ഉണ്ടാവും. അത് മാത്രമല്ല, നമുക്ക് ഇപ്പം ഞാനൊക്കെ പഠിച്ചൊരു സ്റ്റേറ്റ് സിലബസ് സ്കൂളാണ് കേട്ടോ, ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ നമ്മളെന്താ വിചാരിക്കുക, നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടെ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം കിട്ടണം, അതുപോലെ തന്നെ അച്ചടക്കം വേണം, അതുപോലെ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോട്ട് വിടുന്നത്. എത്ര ഫീസാണെങ്കിലും മാതാപിതാക്കൾ അതെല്ലാം സഹിച്ച് കുട്ടികളെ അങ്ങോട്ട് വിടുകയാണ്. എന്നാൽ ഈ മാതാപിതാക്കൾ എന്തായിരിക്കും വിചാരിക്കുക, കുട്ടികളെ ചിലപ്പോൾ ഈ ടീച്ചേഴ്സ് തല്ലും പോലെ തല്ലി പഠിപ്പിച്ചാലായിരിക്കും കുട്ടികൾ പഠിക്കുക, അതല്ലെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഒരു ചട്ട നടപടി, കുട്ടികളെ എങ്ങനെയായിരിക്കും വളർത്തേണ്ടത് എന്നുള്ളൊരു വിചാരമാണ് മാതാപിതാക്കൾക്ക്. സത്യം പറഞ്ഞാൽ അവർക്ക് അറിയില്ല കുട്ടികളെ തല്ലി കഴിഞ്ഞാൽ പഠിക്കും അല്ലെങ്കിൽ തല്ലി പഠിപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ പഠിച്ചിട്ട് തല്ലിക്കോളാൻ. അങ്ങനെയൊക്കെ പറയുന്ന ആ മാതാപിതാക്കൾ ഇന്നും ഉണ്ടാവുമായിരിക്കും. ചിലർക്ക് അതൊന്നൊരു വിഷയമല്ല, കുട്ടികൾ എത്ര തല്ലിയാലും അത് ടീച്ചറല്ലേ, കുഴപ്പമില്ല, ടീച്ചർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്ന ചില അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന കുറേ മാതാപിതാക്കൾ ഇന്നും ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ കുട്ടികൾ അവർ വളർത്തുന്ന കുട്ടികളൊക്കെ വിചാരിച്ചൊരു സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളെ തല്ലിയാലൊന്നും പഠിക്കുന്നൊന്നും ഇല്ല. കുട്ടികളെ ശിക്ഷിക്കരുതെന്നല്ല, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ചെറിയൊരു വടിയെടുത്ത് അടിക്കുന്ന പോലെയല്ല, മുഖത്തൊക്കെ പഞ്ച് ചെയ്യുക. കുട്ടികൾ കുറേ പറയുന്നുണ്ട് അതിനകത്ത്, മുഖത്ത് പഞ്ച് ചെയ്യുക, മുഖത്തടിക്കുക, കാലി ചവിട്ടുക, അങ്ങനെയൊക്കെ ഏത് വിദ്യാഭ്യാസ വകുപ്പാണ് പറയുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കുട്ടികളെ ഈ രീതിയിൽ ശിക്ഷ കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ച് നല്ല ഉയർന്ന ഒരു എന്താ പറയുക വിജയ നിലവാരം ഉണ്ടാക്കിയെടുക്കണമെന്ന് അങ്ങനെയൊക്കെ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പുണ്ടോ? എന്തിനാണ് ഇങ്ങനെയുള്ള ഈ ഒരു വിദ്യാലയത്തിനൊക്കെ സാങ്ഷൻ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇനിയാണെങ്കിൽ ഇത്രയും വലിയൊരു ആരോപണമുള്ള സ്കൂളുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരെ ശരിക്കും ശ്രദ്ധിക്കണം. ഇനിയും ഇതുപോലുള്ള വീഴ്ചകൾ അവരുടെ ഭാഗത്ത് ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള കോൺവെന്റുകളൊക്കെ അടച്ചു പൂട്ടാണ് ഞാൻ അവിടെ പഠിക്കുന്ന കുട്ടികളാണ് സംസാരിക്കുന്നത്. ചെറിയ കുറച്ച് മുട്ടിണ്ടായി, അപ്പൊ വെട്ടാൻ പറയും. ഞങ്ങളോട് ഫുൾ മൊട്ടടിക്കാനൊക്കെ പറയുന്നു. ചെറിയ മൊട്ടടിച്ചു വന്നാലും അവർ മൊട്ടടിക്കാൻ വീണ്ടും പറയും. മുടി കുറച്ച് ഫുള്ള് മൊട്ടടിച്ചു തരാൻ ഇതാണ് പറയാനുള്ളത്.
വലിയ തോതിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികളാണ് അവർ പറയുന്നത് അധ്യാപകർ കാലിൽ ചവിട്ടുക, മുഖത്ത് അടിക്കുക, മുഖത്ത് ഇടിക്കുക, കൈ ചുരുട്ടി പിടിച്ചിട്ട് മുഖത്ത് ഇടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. അത് മാത്രമല്ല പാരന്റ്സിനെ അടക്കം ഇവരെ ഒരുമാതിരി ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന പോലെയാണ്. അതായത് അവിടെയുള്ള പ്രിൻസിപ്പളിനെ കാണണമെങ്കിൽ പോലും പെർമിഷൻ, എത്ര പ്രാവശ്യം പെർമിഷൻ എടുത്താലും അവിടെ പോയി കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് എത്താൻ പോലും പറ്റില്ലെന്നാണ് പറയുന്നത്. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ കുറിച്ചുള്ള കംപ്ലൈന്റ് പിന്നെ ആരോടാണ് ഈ മാതാപിതാക്കൾ ചെയ്യുക? സത്യം പറഞ്ഞാൽ അവർ നിസ്സഹായരാണ്. കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ആവട്ടെ, കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് ഭാവിയിൽ പഠിക്കേണ്ടതല്ലേ സ്കൂളിൽ തന്നെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലർ സഹിച്ചു പോകുന്നത്. ചില കുട്ടികളൊക്കെ 9ാം ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ 10ാം ക്ലാസ്സിലോട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നശിക്കേണ്ടല്ലോ, ഇനി 1 വർഷം കൂടിയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി 2 വർഷം കൂടിയല്ലേ ഉള്ളൂ, അവിടെ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്ത് പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഈ പാരന്റ്സ് സഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ സഹിച്ച് നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കുട്ടികൾ ഈ പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കുട്ടികളോടൊന്ന് സംസാരിക്കുക. ഈ പറയുന്ന ആഷിർ നന്ദയുടെ ഒരു അവസ്ഥയിലിട്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എത്തിക്കരുത്. ഇനിയിപ്പോൾ 1 വർഷം അധ്യായ വർഷം പോയാലും സാരമില്ലെന്ന് വെക്കുക, എന്തായാലും ജീവൻ നഷ്ടപ്പെടുന്നേക്കാളും നല്ലതല്ലേ, 1 വർഷമല്ലേ പോകുന്നുള്ളൂ. അതിനുശേഷം വേറെ ഏതെങ്കിലും സ്കൂളിലോട്ട് നിങ്ങൾ TC മേടിച്ചിട്ട് പോവുക. ഇവരെ പോലുള്ള ആൾക്കാർ, അതായത് ഇവരെ പോലുള്ള ടീച്ചേഴ്സ് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളോട് വളരെ റൂഡായിട്ട് പെരുമാറുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്ക്. ആരോടും പറയാനും ഇല്ല, മാതാപിതാക്കളുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ എവിടാണ് ബന്ധപ്പെടേണ്ടത്, എവിടാണ് പറയേണ്ടത്, ആരോടാണ് പറയേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ കുട്ടികളും വളരെ ആശങ്കയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പിന്നെ എന്താ മാർഗം? അവർക്ക് എത്ര പറഞ്ഞിട്ടും ആർക്കും മനസ്സിലാവുന്നില്ല, എന്നാൽ പിന്നെ ജീവൻ ഉടക്കിയേക്കാം എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അവർ എത്തിപ്പോകുന്നത്. അവർ നിസ്സഹായരാണ്. ആഷിർ നന്ദയുടെ പാരന്റ്സ് സംസാരിക്കുന്ന ബൈറ്റും കൂടി ഞാൻ ഇതിനകത്ത് വെച്ചേക്കാം, അതും കൂടി നിങ്ങളൊന്ന് കേൾക്കുക. ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പോയ പാരന്റാണ്. ആ നിമിഷം തന്നെ അവൾ എന്നോട് പറഞ്ഞത് വെച്ചാൽ, ഞാൻ ക്ലാസ്സിൽ ഞങ്ങൾ ഷഫിൾ ചെയ്തുകൊണ്ട് ഞാൻ കുറേ കരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അനിയത്തി എൻ്റെ കൂടെ ഉണ്ട്, അവളും ചേച്ചി കുറേ കരഞ്ഞു, അവൾ ബസ്സിൽ നിന്നെല്ലാം കരയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞവളോട് എന്തിനാ കരുതുന്നത്, ഷഫ്ലിങ് ക്ലാസ്സിൽ തന്നെ ഞാൻ കരുതിയത് ഷഫിൾ ചെയ്ത് പറഞ്ഞ സീറ്റ് അങ്ങോട്ട് മാറ്റിയിരുത്തി അവരെ ഫ്രണ്ട്സ് എല്ലാം ഒരേ ക്ലാസ് തന്നെയാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ പിന്നെ വീടെത്തുന്നവരെ അവളോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴെല്ലാം ഇതുവരെ അവൾ അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തൊരു ഇതിലിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം മറുപടി മാത്രം പറഞ്ഞുകൊണ്ടാണ് അന്ന് വന്നത്. വീട്ടിൽ വന്ന് പുള്ളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് ഇവിടെ കുറച്ച് നേരം കളിച്ചതിന് ശേഷമാണ് അവൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ തന്നെ. ആ സമയം വീടിൻ്റെ മുകളിലേക്ക് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീട്ടിന് മുകളിൽ പോയി നോക്കുമ്പോഴാണ് അറിയുന്നത്. അപ്പോഴാവും അവൾക്ക് മനസ്സിന് ടെൻഷൻ വന്നിട്ടുണ്ടാവുക. ആ സമയത്ത് അപ്പോൾ ചിന്തിച്ചു കാണും. അന്ന് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് സംസാരിക്കാൻ ചോദിച്ചതിന് മാത്രം മറുപടിയാണ് അവൾ ബസ് ഇറങ്ങി വീട്ടിലെത്തുന്നവരേക്കും പറയുന്നത്, അല്ലാതെ ഒന്നും വേറെ. അതായത് ഒരു കുട്ടി ഇത്രയും അനുഭവിച്ചു, ആ പാരന്റ്സ് ഇപ്പൊ ഭയങ്കരമായിട്ട് അവർക്ക് ഏതിക്കുന്നുണ്ടാവും. ഈ കുട്ടിയെ ഇവിടെ നിന്ന് മാറ്റി ചേർത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ 1 വർഷം 2 വർഷം പോയാലും വേണ്ടില്ലായിരുന്നു എന്നൊക്കെ ആയിരിക്കും അവരിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നേക്കാൾ മുമ്പ് ഇപ്പൊ ഈ പാരന്റ്സ് ഇരുന്ന് കരയുന്നുണ്ടോ, ഇനി എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഒന്ന് ജീവൻ തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും എൻ്റെ കുട്ടി ആക്കായിരുന്നു, ഇവിടെ നിന്ന് ഇറക്കി എവിടെ വേണമെങ്കിലും അവൾക്ക് സ്വതന്ത്രമായിട്ട് എവിടെ നിൽക്കാൻ സൗകര്യം ആ രീതിയിലേക്ക് എത്തിക്കാമായിരുന്നു എന്നൊക്കെ ആയിരിക്കും ഈ പാരന്റ്സിന്റെ മനസ്സിൽ ഇപ്പൊ കടന്നു പോകുന്നുണ്ടാവുക. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്താണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്ന് മാറ്റി സർക്കാർ സ്കൂളിലാണെങ്കിൽ പോലും ഇത്രയും നിയന്ത്രണം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇമാതിരി നിയന്ത്രണമൊക്കെ ഉണ്ടോയെന്ന്. കുട്ടികൾക്ക് ഒരുമാതിരി പരിക്കൻ രീതികളാണ് ഈ സ്കൂളിൽ പറയുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങൾ. പല കുട്ടികളും പറയുന്ന ആ ഒരു രീതിയാണ്, ഒരു കാടൻ കൾച്ചർ, എങ്ങനെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു കൾച്ചറും പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നാണ്. നല്ല നല്ല കൂട്ടുകെട്ടുകൾ, അതുപോലെ നല്ല ടീച്ചേഴ്സ്, അതിനകത്തു നിന്നൊക്കെയാണ് പഠിക്കുന്നത്. ഇങ്ങനെയുള്ള ടീച്ചർമാരിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്നും എന്താണ് കുട്ടി പഠിക്കുക? ഇവിടെയൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടി പിന്നെ എങ്ങനെയാണ് നല്ല രീതിയിൽ മനുഷ്യരോട് ബിഹേവ് ചെയ്യുക? അവർക്ക് സമൂഹത്തോട് തന്നെ വെറുപ്പായിരിക്കും, കാണുന്നവരോടൊക്കെ വെറുപ്പായിരിക്കും. കാരണം അവർ ആ നല്ലൊരു സമയം, ആ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചെലവഴിക്കുന്ന ഇവിടെ വിദ്യാലയത്തിലാണ്. അപ്പൊ അവിടെ മൊത്തമുള്ള സമയം മൊത്തം വേസ്റ്റ് ആക്കിയത് ഇങ്ങനത്തെ ടീച്ചർമാരാണ്. അപ്പൊ ഈ ഒരു പ്രായക്കാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പേരുള്ള സ്റ്റെല്ല എന്നൊക്കെ ഉള്ള പേരുള്ള ഒരു ആളെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരു കുട്ടി പുറത്ത് വെച്ച് കണ്ടാൽ പിന്നെ അവരോട് എന്താ തോന്നുക? ദേഷ്യവും പേടിയും ഒക്കെ ആയിരിക്കാം. കാരണം അതുപോലുള്ള പെരുമാറ്റങ്ങളാണ് ഈ സ്കൂളുകളിൽ നിന്ന് കുഞ്ഞു മക്കൾക്ക് നേരിടേണ്ടി വരുന്നത്. ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു 5 പേരെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് സ്റ്റെല്ല മേഡത്തിന് ഉൾപ്പെടെ അവിടുത്തെ പ്രിൻസിപ്പളിന് ഉൾപ്പെടെ ഞാൻ അവരെ ഫോട്ടോ വെച്ചേക്കാം. അവരെ എല്ലാവരും 5 പേരെയാണ് ഡിസ്മിസ് ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടിയുടെ ജീവൻ പോയി കഴിഞ്ഞിട്ട് ഇവരെ ഡിസ്മിസ് ചെയ്തിട്ട് എന്താണ് കാര്യം? സത്യമാണ് ഇവരെ ഡിസ്മിസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു കുട്ടിയുടെ ജീവനും എല്ലാം പോയി. ആ മാതാപിതാക്കൾക്ക് ഇനി എന്ത് സന്തോഷം ഉണ്ടാവുക? ആ അമ്മ പറയുന്നൊരു വാക്കുണ്ടാവും, അവള് മടി കിടന്നിട്ട് ആ മരിച്ചതെന്ന് ഞാൻ എങ്ങനെ മറക്കും? എൻ്റെ ജീവിതത്തിൽ ഇത് മറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യം, അത് സമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കുട്ടിക്ക് ഇത് വന്നു, ഇനി വേറൊരു കുട്ടിക്ക് ഇത് വരരുത് എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും എല്ലാം ഇടപെടണം. ഇതുപോലുള്ള എഡ്യൂക്കേഷൻ സെന്ററുകളൊക്കെ നിലവിൽ വേണോ? കുട്ടികളുടെ ജീവൻ പോയി പോകുന്ന രീതിയിലുള്ള പഠനം
വേണോ എന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ വലിയ വലിയ പൗരന്മാരായി വലിയ വലിയ സ്ഥാനത്തൊക്കെ വന്ന് ഇരിക്കേണ്ടത്. അപ്പോൾ ആശ്രിതനന്ദയ്ക്ക് സംഭവിച്ച പോലെ ഒരു കുട്ടിക്ക് ഇനി വരാണ്ടിരിക്കട്ടെ. ഈ ഒരു സെന്റ് ഡൊമിനിക് സ്കൂളിൽ മാത്രമല്ല, മാനേജ്മെന്റ് നടത്തുന്ന ഇഷ്ടംപോലെ സ്കൂളുകളിൽ ഇതുപോലെ പീഡനങ്ങൾ സഹിക്കുന്ന കുട്ടികൾ ഇനിയും ഉണ്ടാവും. അതെല്ലാം ഇതുപോലെ പുറത്തോട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.